സഹോദരങ്ങൾക്കൊപ്പം കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. വിദ്യാനഗർ ചാല ബി.എഡ് സെന്ററിനു സമീപത്തെ അബൂബക്കറിന്റെ മകൻ മുഹമ്മദ് ഷാഹിദാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ സംഭവം. ഓണപ്പരീക്ഷ എഴുതുന്നതിനായി സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് ഷാഹിൽ നെൽക്കള വനിതാ ഹോസ്റ്റലിനടുത്തുള്ള കുളത്തിൽ കുളിക്കാനിറങ്ങിയത്. കുളിക്കുന്നതിനിടെ പെട്ടെന്ന് മുങ്ങിത്താഴുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന 2 സഹോദരങ്ങളുടെ നിലവിളി കേട്ടെത്തിയ അയൽവാസികൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ആഴം കൂടുതലായതിനാൽ സാധിച്ചില്ല. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് ഷാഹിലിനെ കുളത്തിൽ നിന്ന് പുറത്തെടുത്ത് ഉടൻ കാസർഗോഡ് മിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അതിനു മുൻപേ മരണം സംഭവിച്ചിരുന്നു. സ്കൂബ ഡൈവറായ ഈ പ്രസീദാണ് കുട്ടിയെ മുങ്ങിയെടുത്തത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രഞ്ജിത്ത്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ജുബിൽ, മുഹമ്മദ് സിറാജുദ്ദീൻ, ഷബിൽ കുമാർ, എം രമേശ്, ഹോംഗാർഡ് സോബിൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. വിവരമറിഞ്ഞ് വിദ്യാനഗർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഓണപ്പരീക്ഷ എഴുതാൻ പോകുന്നതിനിടെയുണ്ടായ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും. ഷാഹിലിന്റെ അപ്രതീക്ഷിത മരണം കുടുംബത്തിനും സഹപാഠികൾക്കും വലിയ വേദനയായി മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.